ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഫൈനൽ പാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നതിന് താങ്ക്സ്. അതിന് ഓപ്പറേഷൻ തിയേറ്റർ കയറി സെഡേഷൻ തന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഞാൻ സെഡേഷൻ തരാൻ പോവാണ്. അങ്ങനെ അത് പറഞ്ഞ് എനിക്കൊരു വലിയ മാസ്ക് വെച്ചത്. അതുപോലെ എപ്പോഴും എന്നെ തിരിച്ചൊരു ബെഡിൽ കിടത്തുമ്പോൾ എനിക്ക് തണുത്തിട്ട് ഞാൻ പുതപ്പ് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മ. കാരണം ആ ടൈമിലൊക്കെ ഞാൻ അൺകോൺഷ്യസ് ആണ്. എന്റെ കോൺഷ്യസ് മൈൻഡിലോട്ടൊക്കെ ഞാൻ വന്നത് ഒരു 5:30 ആ ഒരു ടൈമിലായിരുന്നു. എനിക്ക് കീഹോൾ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള ഓർമ്മ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ വയറ് ടച്ച് ചെയ്ത് നോക്കി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 സൈഡിലായിട്ട് സ്റ്റിച്ച് വരും. സോ എനിക്ക് അങ്ങനെ നോക്കിയപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി യെസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. പിന്നെ ഞാൻ എന്റെ കൈയും കാലൊക്കെ ഒന്ന് ഇളക്കി നോക്കി, കാരണം ഇനി അവിടെ എങ്ങാനും പെയിൻ വല്ലതും ഉണ്ടോ എന്നറിയാം. പക്ഷെ അതെല്ലാം നോർമൽ ആയിരുന്നു. എന്റെ കയ്യിൽ മാത്രം ചെറിയ പെയിൻ ഉണ്ടായിരുന്നു, കാരണം ഒരുപാട് തവണ ഇഞ്ചക്ഷൻ ചെയ്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ നേരെ എന്റെ ഫേസ് തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നി. അതെനിക്ക് എന്റെ ചുണ്ടിന് മുകളിലായിരുന്നു പശ ഒട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെല്ലനെ പറിച്ചിരുന്നുണ്ടായിരുന്നു, ഒരു വൈറ്റ് കളർ. അത് കഴിഞ്ഞ് താഴെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തടയുന്ന പോലെ തോന്നി. ഒരു തരി പോലെയാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു റൗണ്ടിൽ. അപ്പൊ എനിക്ക് എന്തോ ഒരു ബാഡ് ആയി തോന്നി. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു നഴ്സിനെ വിളിച്ചു ഞാൻ എനിക്ക് ഇവിടെ താടിയിൽ ജസ്റ്റ് തരി പോലെ എന്തോ റൗണ്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ്. അപ്പൊ ആ നഴ്സ് ഫ്ലാഷ് അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഏയ് അതൊന്നുമില്ല, താ വരുമ്പോ തന്നെ ഉണ്ടായിരുന്നതാണ്. അതെനിക്ക് തീരെ ഇഷ്ടമായില്ല. അങ്ങനെ ഞാൻ റഫ് ആയിട്ട് തിരിച്ചു പറഞ്ഞു ഒരിക്കലും ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ കയറുന്നത് വരെ എന്റെ ഫേസിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ ചെയ്ത ആളാരാണെന്നും ടൈമും നോക്കിയിട്ട് ആള് പറഞ്ഞു ഞാൻ അപ്പൊ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു നഴ്സിനെ വിളിച്ചിട്ട് വരാം. ആ നഴ്സ് വന്ന് ഡോക്ടറോട് കാര്യം ചോദിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നമ്മൾ കീഹോൾ ചെയ്യുമ്പോൾ വായിലൂടെ വയറ്റിലേക്ക് ഒരു പൈപ്പ് ഇടും. എന്റെ പൈപ്പ് സെക്യൂർ ആയിരിക്കാൻ വേണ്ടി വായിൽ ചുറ്റും ഒരു ടാപ്പ് ഒട്ടി. ആ ടാപ്പ് റിമൂവ് ചെയ്തപ്പോൾ വന്ന അലർജി ആണെന്നാണ് പറഞ്ഞത്. അലർജി അങ്ങനെ വരാൻ കാരണം തന്റെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടാണ്. അത് ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല. അവരത് പറയുമ്പോഴാണ് എനിക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെന്ന് ഞാൻ പോലും മനസ്സിലാക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഒരു സമാധാനമില്ലായിട്ട് ഞാൻ ആ നഴ്സിനോട് പറഞ്ഞു ഇതൊന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരുമോ. അപ്പൊ എന്നോട് കാണിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിൽ കാണിച്ചു തന്നില്ല. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. അങ്ങനെ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ ഒബ്സർവേഷൻ റൂമിൽ നിന്ന് എന്നെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് ഇറക്കി. എന്റെ ഉമ്മയും എനിക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മൈൻഡ് ആക്കാതെ പോയ എന്റെ ബ്രദർ. അപ്പൊ അവൻ ഇങ്ങനെയൊന്നും ആവുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്റർ കയറുന്നതിന് മുൻപ് എന്റെ സാധനങ്ങളായിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. കയറുന്നതിന് മുൻപ് ഞാൻ സലാം പറഞ്ഞപ്പോൾ ആൾ നല്ല ടെൻഷനിൽ. അവൻ മാത്രമല്ല എന്റെ ഉമ്മയും എന്റെ താത്തയുടെ ഹസ്ബൻഡ് ഒക്കെ കുറെ ഓടി നടന്നിട്ടുണ്ടായിരുന്നു. ആ എക്സാമിന്റെ ഒക്കെ ഇടയിൽ എന്നെ കാണാൻ വേണ്ടി വന്ന എന്റെ ഫ്രണ്ട്സുകൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ എന്നെ നേരെ വുമൻസ് വാർഡിലോട്ടേക്ക് അവിടെ എത്തിയതും ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്കിതൊന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരുമോ. അവരതെനിക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നപ്പോ ആ ഒരു മൂമെന്റിൽ എനിക്ക് എന്റെ സർജറി ചെയ്തോട്ടൊന്നും വല്ല പെയിൻ അനുഭവപ്പെട്ടു. എന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടായ പെയിൻ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആ വേദന ആരടുത്തും കാണിച്ചിട്ടില്ല. എനിക്ക് ടെൻഷനാണോ സങ്കടമാണോ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു റൗണ്ടിൽ ഒരു പിങ്ക് ഷെയ്ഡിൽ ഇറച്ചി നമുക്ക് കാണുന്ന രീതിയിൽ നിൽക്കുമായിരുന്നു. അതും ഇങ്ങനെയല്ല, എന്റെ താടിയിൽ ഒരു കാക്കാപ്പുളി നിങ്ങൾക്ക് ആ കാക്കാപ്പുളിയോട് ചേർന്ന് ആ കാക്കാപ്പുളി വിസിബിൾ ആവാത്ത രീതിയിൽ ആ റൗണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്റെ അവര് അലർജി ആണെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അലർജി എന്ന് പറയുമ്പോൾ ചെറിയ എന്തെങ്കിലും ആണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ ഒരാളെ ഫേസ് ചെയ്യും എന്നുള്ള ടെൻഷൻ ആയിരുന്നു. എനിക്കറിയില്ല ഇത് പറഞ്ഞാൽ ഇനിയും നീണ്ടു പോകുമെന്നുള്ളത്. ഞാൻ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് വന്നതാണ്, അല്ലാണ്ട് ഇങ്ങനെ വരാൻ വഴിയില്ല, ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്തു പോകുന്നത്. എന്റെ ഒരു സെൻസിറ്റീവ് സ്കിൻ ആണെന്ന് ഞാൻ പറയാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരു ഓയിൻമെന്റ് തരാം, അത് തേച്ച് കഴിഞ്ഞാൽ മാറും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീല് 3 മിനിറ്റിലധികം നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിവിടെ നിർത്തേണ്ടി വരുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.